ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. സജ്ജനങ്ങളെ, ശ്രീമദ് ഭാഗവതത്തിലെ 1-ാം സ്കന്ധത്തിലെ 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. 9-ാം അധ്യായം അതിൻ്റെ പ്രതിപാദ്യ വിഷയം എന്താണ് എന്ന് ശ്രീധരാചാര്യസ്വാമികൾ അദ്ദേഹത്തിൻ്റെ ശ്രീധരീയം എന്ന ഗ്രന്ഥത്തിൻ്റെ ഓരോ അധ്യായം തുടങ്ങുന്ന സമയത്തും ആ അധ്യായത്തിൻ്റെ ചുരുക്കമായിട്ടുള്ള ഒരു ശ്ലോകം, ഒരു സംക്ഷിപ്തമായ ശ്ലോകം കൊടുത്തിട്ടുണ്ട്. ആ ശ്ലോകത്തിൽ നിന്നും ആ അധ്യായത്തിൻ്റെ പ്രതിപാദ്യ വിഷയം എന്താണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഈ അധ്യായത്തിൻ്റെ ശ്ലോകമായിട്ട് അദ്ദേഹം കൊടുത്തത് യുധിഷ്ഠിരായ ഭീഷ്മേണ സർവധർമ്മ നിരൂപണം കൃഷ്ണസ്തുതിശ്ച മുക്തിശ്ച നവമേതസ്യ വർണ്യതേ. യുധിഷ്ഠിരനായിക്കൊണ്ട് ഭീഷ്മരാൽ സർവധർമ്മ നിരൂപണം, സർവധർമ്മങ്ങളും നിരൂപണം ചെയ്ത് ഉപദേശിച്ചു കൊടുക്കുന്നു. അതോടൊപ്പം കൃഷ്ണസ്തുതി, മുക്തിശ്ച തസ്യ, അപ്പോൾ തസ്യ കൃഷ്ണസ്തുതി മുക്തി ച, തസ്യ എന്ന് വെച്ചാൽ ഭീഷ്മസ്യ, ഭീഷ്മരുടെ കൃഷ്ണസ്തവനവും അതുപോലെ അദ്ദേഹത്തിൻ്റെ മോക്ഷവും ആണ് 9-ാം അധ്യായത്തിൽ വർണ്ണിക്കുന്നത് എന്നാണ് ശ്രീധരാചാര്യർ അതിനെ ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് 1-ാമത്തെ ശ്ലോകത്തേക്ക് കടക്കാം. ശ്ലോകത്തിൻ്റെ പദച്ഛേദവും അന്വയവും പറഞ്ഞ് അതിൻ്റെ അർത്ഥവും നിരൂപണം ചെയ്യാം. 1-ാമത്തെ ശ്ലോകം. സൂത ഉവാച ഇതി ഭീത പ്രജാദ്രോഹാത് സർവധർമ്മ വിവിത്സയാ തതോ വിനശനം പ്രാഗാത് യത്ര ദേവവ്രതോപതൽ. സൂത ഉവാച ഇതി ഭീത പ്രജാദ്രോഹാത് സർവധർമ്മ വിവിത്സയാ തതോ വിനശനം പ്രാഗാത് യത്ര ദേവവ്രതോപതൽ. ഇതിന്റെ പദച്ഛേദം ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. സൂതഃ ഉവാച ഇതി ഭീതഃ പ്രജാദ്രോഹാത് സർവധർമ്മ വിവിത്സയാ തതഃ വിനശനം പ്രാഗാത് യത്ര ദേവവ്രതഃ അപതത്. ഈ ശ്ലോകത്തിന്റെ അന്വയം എങ്ങനെയാണെന്ന് നോക്കാം. സൂതഃ ഉവാച ഇതി പ്രജാദ്രോഹാത് ഭീതഃ യത്ര ദേവവ്രതഃ അപതത് സർവധർമ്മ വിവിത്സയാ തതഃ വിനശനം പ്രാഗാത്. സൂതൻ പറയുകയാണ്, എന്ന് പറഞ്ഞു, ഇതി പ്രജാദ്രോഹാത് ഭീതഃ. അപ്പൊ കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാനം പറഞ്ഞതും യുധിഷ്ഠിര മഹാരാജാവിൻ്റെ വലിയ ആധിയാണ്. താൻ കാരണം ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു യുദ്ധത്തിൽ. സ്ത്രീകൾ അനാഥരായി, കുട്ടികൾ അനാഥരായി, രാജ്യം അനാഥമായി, ഇങ്ങനെയൊക്കെയുള്ള വലിയ ഹിംസ നടന്നത് ഞാൻ നിമിത്തമാണ്, എൻ്റെ ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ നടന്നത് എന്നുള്ള ദുഃഖത്തോടു കൂടിയിരിക്കുന്നു വ്യാസൻ, ധൗമ്യര്, കൃപര് മുതലായ ആളുകളും ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയും ഉപദേശം കൊടുത്തിട്ടും അദ്ദേഹത്തിന് വേണ്ടത്ര അത് തലയിൽ കയറിയില്ല എന്ന് നമ്മൾ കണ്ടു. നമ്മൾ മഹാഭാരതത്തെ കൂടി ഇതിനോട് ചേർത്ത് വിചാരം ചെയ്യേണ്ടതുണ്ട്. കാരണം മഹാഭാരതത്തിൽ ആ ഭാഗങ്ങൾ നമ്മളെപ്പോലെ ആളുകൾ വായിച്ചു നോക്കേണ്ടതാണ്. ശാന്തിപർവ്വത്തിൻ്റെ ആദ്യ ഭാഗത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു വലിയ ധർമ്മസങ്കടം, യുധിഷ്ഠിരന് വന്നു ചേരുന്ന ധർമ്മസങ്കടം, അതായത് ചെയ്തത് കുറ്റമാണോ അല്ലയോ, കുറ്റമല്ല, രാജാക്കന്മാർക്ക് അത് കുറ്റമല്ല എന്ന് ഋഷിമാരും ശ്രീകൃഷ്ണനും പറയുന്നു. പക്ഷെ എങ്കിലും ഭൂതഹത്യ ചെയ്യേണ്ടി വന്നു എന്നുള്ള ഒരു സത്യം അവിടെ അവശേഷിക്കുന്നു. അത് യുധിഷ്ഠിരനെ വല്ലാതെ ഉലച്ചു കളയുകയാണ്. ഇത്രയധികം ആളുകളെ കൊല്ലേണ്ടി വന്നു എന്നുള്ളത്. എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അല്ലെങ്കിൽ അനേകം മനുഷ്യരെ കൊല്ലുക എന്ന് പറയുന്നത് എന്തായാലും ലോകത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പാതകമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അത്
യുധിഷ്ഠിരന്റെ മനസ്സിനെ വല്ലാതെ ഒരു ദുഃഖം ദുഃഖപൂരിതമാക്കി തീർത്ത ഒരു കാര്യമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഉപദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ധൗമ്യരും വ്യാസനും മാത്രമല്ല, തൻ്റെ അനുജന്മാരായിട്ട് അർജുനൻ, ഭീമൻ, നകുല സഹദേവന്മാർ, ഇവരൊക്കെ തന്നെ അദ്ദേഹത്തിന് ഉപദേശങ്ങൾ കൊടുത്തായിട്ട് പറയുന്നുണ്ട്. കാരണം അവരൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക. അദ്ദേഹം ഇല്ലെങ്കിൽ വാനപ്രസ്ഥമോ സന്യാസമോ സ്വീകരിച്ചുകൊണ്ട് രാജ്യം ഭരിക്കുകയില്ല, കാട്ടിൽ പോകും, തപസ് ചെയ്ത് ശരീരം ക്ഷയിപ്പിച്ച് ജീവത്യാഗം ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അവിടെ രസകരമായ ചില ചർച്ചകളും ചില ഉപദേശങ്ങളും നമ്മൾ മഹാഭാരതം നോക്കി പഠിക്കേണ്ടതാണ്. ശ്രീമദ് ഭാഗവതം പഠിക്കുന്ന ആളുകൾ മഹാഭാരതം കൂടി വായിക്കുന്നത് വളരെ നന്നായിരിക്കും. ഭാഗവതം പഠിക്കുക എന്ന് വെച്ചാൽ ഭാഗവതത്തിൻ്റെ ആശയങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക, അതിനെ ആഴത്തിൽ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭാഗവതം പഠിക്കുന്ന സമയത്ത് മഹാഭാരതം, ശ്രീമദ് വാൽമീകി രാമായണം, ഉപനിഷത്തുക്കൾ, മറ്റ് നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ തന്നെ അല്പസ്വല്പം പഠിക്കുന്നതും അതിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഭാഗവതത്തെ കൂടുതൽ മനസ്സിലാക്കാൻ, ആഴത്തിൽ പഠിക്കാൻ നമുക്ക് സഹായകമാകും. കാരണം പല ശ്ലോകങ്ങളും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉപനിഷത്തിലെ ചില മന്ത്രങ്ങൾ നമ്മൾ ഓർക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ അത് പരീക്ഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിൻ്റെ റെഫറൻസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുപോലെ മഹാഭാരതവും നോക്കേണ്ടി വരും. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ മഹാഭാരതത്തെക്കുറിച്ച് അല്പം ഞാൻ പ്രതിപാദിക്കുന്നത്. ഇവിടെ അർജുനൻ പറയുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തോട്. നഹി പശ്യാമി ജീവന്തം ലോകേ കഞ്ചിത് അഹിംസയാ സത്വൈ സത്വാനി ജീവന്തി ദുർബലൈർ ബലവത്തരാഹ. വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് അർജുനൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, ഈ ലോകത്തിൽ അല്ലയോ ജ്യേഷ്ഠ, അഹിംസയോട് കൂടിയിട്ട് ജീവിക്കുന്ന ഒരു ജീവിയെയും ഞാൻ കാണുന്നില്ല, ഒരു മനുഷ്യനെയും കാണുന്നില്ല, ഒരു വ്യക്തിയെയും കാണുന്നില്ല. കാരണം അഹിംസ പൂർണ്ണമായിട്ട് നടപ്പാക്കിയാൽ നമുക്ക് ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ പോലും സാധ്യമല്ല. ലോകത്തിൽ നമ്മൾ കാണുന്നത് സത്വൈഹി സത്വാനി ജീവന്തി, ഒരു ജീവിയെ കൊണ്ട് മറ്റൊരു ജീവികളെ കൊണ്ട് ജീവികൾ ജീവിക്കുന്നു. ദുർബലന്മാരായ ജീവികളെ കൊണ്ട് ബലവന്മാരായിട്ട് ജീവികൾ ജീവിക്കുന്ന കാഴ്ചയാണ് ഈ ലോകത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഹിംസയെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. നിരവധി ഉദാഹരണങ്ങൾ അദ്ദേഹം പറഞ്ഞു. നകുലോ മൂഷികാൻ അത്തി ബിഡാലോ നകുലം തഥാ. നകുലൻ എന്ന് വെച്ചാൽ കീരിയാണ്. കീരി മൂഷികന്മാരെ, എലികളെ തിന്നുന്നു. ബിഡാലൻ, പൂച്ച, ഈ നകുലനെ അതായത് കീരിയെ ഭക്ഷിക്കുന്നു. പൂച്ചയെ നായ ഭക്ഷിക്കുന്നു. നായ മറ്റ് ഈ വ്യാഘ്രങ്ങൾ, ഈ നരി, പുലി മുതലായിട്ട് ജീവികൾ നായയെയും ഭക്ഷിക്കുന്നു. ഇങ്ങനെ ഒന്ന് മറ്റൊന്ന് ജീവസ്യ ജീവനം എന്നുള്ള ഭാഗവതത്തിലെ ഒരു വരി നമുക്ക് ഓർക്കാവുന്നതാണ്. അങ്ങനെ ഈ ജീവലോകത്തിൽ ഒരു ജീവി മറ്റൊരു ജീവിയെ ഭക്ഷിച്ചിട്ടാണ് ജീവിക്കുന്നത്, പരസ്പര ഭക്ഷണം ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. പ്രാണസ്യ അന്നമിതം സർവം സ്ഥാവരം ജംഗമം ചെയ്യത്. സ്ഥാവരവും ജംഗവുമായിട്ട് അനങ്ങുന്നതും അനങ്ങാത്തതുമായ ഈ പ്രകൃതിയിലുള്ള സകല വസ്തുക്കളും പ്രാണന്റെ അന്നമാകുന്നു എന്നുള്ള തത്വം. ഇതൊക്കെ അർജുനൻ അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതുപോലെ അദ്ദേഹം പറയുന്ന മറ്റു ചില കാര്യങ്ങൾ, നമ്മൾ അഹിംസ പാലിക്കുക എന്ന് പറയുന്നതിൻ്റെ കാഠിന്യം, അത് എങ്ങനെയാണ് നടപ്പിലാക്കാൻ പ്രയാസമാകും എന്ന് പറയാൻ കാരണം എന്താണ്? അറിയാതെ ചെയ്യുന്ന ഹിംസകൾ ധാരാളമുണ്ട്. ഉദകേ ബഹവ പ്രാണാഹ പൃഥിവ്യം ച ഫലേഷു ച നത കശ്ചിന്നതാൻ ഹന്തി ക്യമന്യത് പ്രാണയാപനാത്. വെള്ളത്തിൽ ഒരുപാട് പ്രാണികളുണ്ട്, ഭൂമിയിൽ ഒരുപാട് പ്രാണികളുണ്ട്, ഫലേഷു പഴങ്ങളിലും ധാരാളം സൂക്ഷ്മ ജീവികളെ നമുക്ക് കാണാം. അപ്പോൾ അന്നത്തെ കശ്ചിൻ നതാൻ ഹന്തി, ഇങ്ങനെ ഈ ജലത്തിലും മണ്ണിലും പഴങ്ങളിലുമുള്ള ചെറുജീവികളെ, കാണാൻ സാധിക്കാത്തതായ സൂക്ഷ്മജീവികളെ ഒന്നും കൊല്ലാതെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഏത് വഴിക്കാണ് പ്രാണധാരണം ചെയ്യുക, ഏത് വഴിക്കാണ് പ്രാണനെ രക്ഷിക്കുക എന്നാണ് അർജുനന്റെ ചോദ്യം. സൂക്ഷ്മയോനീനി ഭൂതാനി തർക്കഗമ്യാനി കാനജിത് ലക്ഷ്മണോപി നിപാതേന യേഷാം സ്യാത് സ്കന്ധപര്യയഃ. സൂക്ഷ്മയോനീനി ഭൂതാനി, അതിസൂക്ഷ്മങ്ങളായ നമുക്ക് മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ച് നോക്കിയാൽ മാത്രം കാണുന്നത്, തർക്കഗമ്യാനി ഉണ്ടെന്ന് അനുമാനിക്കപ്പെടുന്നതായ ജീവികൾ എന്നർത്ഥം. അങ്ങനെയുള്ള ജീവികളെ പക്ഷ്മണോപി നിപാതേന, നമ്മുടെ കൺപോളകൾ അറിയാതെ നമ്മൾ അടക്കുമ്പോഴും അതകത്തുപെട്ട് യേഷാം സ്യാൽ സ്കന്ധപര്യയഃ, അവയുടെ
ശരീരത്തിന് ചതവ് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ അവ മരിക്കുകയോ അല്ലെങ്കിൽ അംഗവൈകല്യം വരികയോ ചെയ്യുന്നു. നമ്മുടെ ശരീരചലനം കൊണ്ട് ഓരോ നിമിഷവും ഹിംസ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അർജുനന്റെ അഭിപ്രായം. ഇനിയോ ഭൂമിം ഭിത്വാഷധീശ്ചിത്വാ വൃക്ഷാദീനണ്ടജാൻ പശൂൻ മനുഷ്യാസ്തന്നുതേ യജ്ഞാംസ്തേ സ്വർഗം പ്രാപ്തവന്തി ച. ഭൂമിയെ ഭേദിച്ചിട്ട്, ഭൂമിയെ കീറി മുറിച്ചിട്ടും കിളച്ച മറിച്ചും കുഴിച്ചിട്ടും ഒക്കെയും ഔഷധികളെ മുറിച്ചെടുത്തിട്ട്, വൃക്ഷങ്ങളിൽ നിന്നും മറ്റു ചെടികളിൽ നിന്നും ഔഷധങ്ങളെ മുറിച്ചെടുത്തിട്ടും, വൃക്ഷാദീൻ അതുപോലെ വൃക്ഷങ്ങളെയൊക്കെ മുറിച്ചിട്ടും, അണ്ടജാൻ പക്ഷികളെ കൊന്നിട്ടും, പശുവൻ മൃഗങ്ങളെ കൊന്നിട്ടും മനുഷ്യന്മാർ എന്തു ചെയ്യുന്നു? യജ്ഞങ്ങളെ അനുഷ്ഠിക്കുന്നു. ആ യജ്ഞങ്ങളെ കൊണ്ട് അവർ സ്വർഗത്തിൽ പോവുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ വൈദിക വിധി പ്രകാരമുള്ള യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ പോലും മനഃപൂർവ്വം തന്നെ മൃഗങ്ങളെ കൊല്ലുന്നുണ്ട്. അത് യുധിഷ്ഠിരൻ തന്നെ പറഞ്ഞു ഇവിടെ. അപ്പോൾ ഹിംസ ചെയ്യാതെ ജീവിക്കാൻ സാധിക്കില്ല എന്ന് നമ്മുടെ ശാസ്ത്രവും പറയുന്നു എന്നാണ് ഇതിനർത്ഥം. യുധിഷ്ഠിരൻ പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, നിനക്ക് അറിവുണ്ട്, നീ വലിയ ധനുർവിദ്യ അറിയുന്നവനാണ്, വലിയ വില്ലാളി വീരനാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ഞാൻ പറയുന്നതിൻ്റെ സാരം നീ മനസ്സിലാക്കണം എന്ന് വീണ്ടും യുധിഷ്ഠിരൻ പറഞ്ഞു. എനിക്കറിയാം വേദങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, പക്ഷെ അവയിൽ തന്നെ പലവിധം അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഉഭയം വേദവചനം കുരുകർമ്മ ത്യജേതിച്ച. വേദങ്ങൾ രണ്ട് കാര്യവും പറഞ്ഞിട്ടുണ്ട്. കർമ്മങ്ങൾ ചെയ്യൂ എന്നും പറഞ്ഞിട്ടുണ്ട്, കർമ്മങ്ങൾ ത്യജിക്കൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏതവസ്ഥയിലാണ്, ഏത് രീതിയിലാണ് കർമ്മങ്ങളെ ത്യജിക്കേണ്ടത്, കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഏത് രീതിയിലാണ്, ഇത് രണ്ടും വ്യക്തമായിട്ട് വേർതിരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവയെ മനസ്സിലാക്കാൻ നമ്മുടെ ബുദ്ധിയെ നമ്മൾ വേണ്ട വിധം ഉപയോഗിച്ചില്ലെങ്കിൽ നടക്കില്ല എന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാ തരത്തിലുള്ള ശാസ്ത്രങ്ങളും, ആ ശാസ്ത്രങ്ങളൊന്നും നമ്മുടെ പരമമായ സത്യത്തെ നമുക്ക് കാണിച്ചു തരുന്നില്ല. അതൊക്കെ നമ്മുടേതായ നിരന്തരമായ ധ്യാനം കൊണ്ടും ഈശ്വരോപാസന കൊണ്ടും മാത്രമേ സത്യജ്ഞാനം നമ്മളിൽ പ്രകാശിക്കുകയുള്ളൂ എന്നാണ്. അതിന് അദ്ദേഹം പറയുന്ന, യുധിഷ്ഠിരൻ പറയുന്ന വളരെ മനോഹരമായ ഉദാഹരണം നോക്കൂ. വേദവാദാനതിക്രമ്യ ശാസ്ത്രാണ്യാരണ്യകാനി ച വിപട്യ കദളീസ്തംഭം സാരം ദദൃശിരേ നതേ. വേദവാദങ്ങൾ, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മകാണ്ഡങ്ങളും അതുപോലെ അതിൻ്റെ ഫലശ്രുതികളും ഒക്കെ അടങ്ങുന്ന നിരവധി കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും 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 നമ്മൾ അതിനെ പരിശോധിച്ച് നോക്കിയാൽ, അതുപോലെ മറ്റ് ശാസ്ത്രങ്ങൾ, ആരണ്യകങ്ങൾ, ഇങ്ങനെയുള്ള പല പല ശാസ്ത്രഗ്രന്ഥങ്ങളും വീണ്ടും വീണ്ടും നമ്മൾ അകത്തേക്ക് ചെന്ന് പരിശോധിക്കുമ്പോൾ അതെങ്ങനെയാണ്? വിപാട്യ കദളീ സ്തംഭം സാരം ദദൃശിരേ നതേ. നമ്മളൊരു വാഴയുടെ തണ്ട്, വാഴയുടെ അതിൻ്റെ കാണ്ഡഭാഗം എടുത്തിട്ട് പൊളിക്കാൻ, അതിൻ്റെ ഓരോ പോളകളായിട്ട് അടർത്തി എടുത്ത് കളഞ്ഞാൽ ഒടുവിൽ അവസാനം അതിലൊന്നും ഉണ്ടാവില്ല. എല്ലാം പോളകൾ മാത്രമേ ഉള്ളൂ. ആ പോളകളൊക്കെ അവസാനിക്കുമ്പോൾ ഒടുവിൽ ഒന്നും അവിടെ നമുക്ക് കിട്ടാനില്ല, സാരമൊന്നും കിട്ടാനില്ല എന്ന് വന്നുകൂടുന്നു. അപ്പോൾ ഈ തത്വങ്ങൾ വെറുതെ നമ്മൾ ശാസ്ത്രഗ്രന്ഥങ്ങളായിട്ട് പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് അധ്യയനം ചെയ്തത് കൊണ്ടോ ശാസ്ത്ര അഭ്യാസം ചെയ്തത് കൊണ്ടോ ഒന്നും തന്നെ പരമമായ ജ്ഞാനം കൈവരുന്നില്ല, നമുക്ക് കർമ്മങ്ങളിൽ നിന്ന് മോക്ഷം ഉണ്ടാകുന്നില്ല, മനസ്സിന് ശാന്തിയും ഉണ്ടാകണമെന്നില്ല എന്ന കാര്യമാണ് നല്ല തർക്കബുദ്ധിയോട് കൂടിയിട്ട് യുധിഷ്ഠിരൻ അവിടെ അവതരിപ്പിക്കുന്നത്. ഒടുവിൽ അർജുനൻ സാക്ഷാൽ ഭഗവാനോട് തന്നെ പറഞ്ഞു, അങ്ങ് തന്നെ ഇദ്ദേഹത്തിന് ഉപദേശം കൊടുക്കൂ എന്ന് പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുരാതന കഥ പറഞ്ഞു. പുത്രശോകത്താൽ ദുഃഖിതനായ സൃഞ്ജയൻ എന്നു പേരുള്ള രാജാവിന് നാരദ മഹർഷി കൊടുത്ത ഉപദേശമാണ് ഭഗവാൻ അവിടെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ഉപദേശമായിരുന്നു അത്. അവിടെ നാരദ മഹർഷിയെ കാരണമാക്കിയിട്ട് ഭഗവാൻ തന്നെ കൊടുക്കുന്ന ഉപദേശത്തിൽ നിരവധി രാജാക്കന്മാർ, വില്ലാളി വീരന്മാർ, വീരപുരുഷന്മാർ, യോദ്ധാക്കൾ, ധർമ്മനിഷ്ഠന്മാർ, യജ്ഞാദികൾ ചെയ്തവർ, അത്ഭുതകർമ്മങ്ങൾ ചെയ്തവരൊക്കെ ആയിട്ടുള്ള നിരവധി മഹാത്മാക്കളായ രാജാക്കന്മാരെയാണ് പറയുന്നത്. അവരൊക്കെ തന്നെ മരിച്ചു എന്ന് കേൾക്കുന്നു എന്നാണ് ഭഗവാൻ ഈ ഒരു രീതിയിലുള്ള ഉപദേശം മുമ്പും യുധിഷ്ഠിരന് കൊടുത്തിട്ടുണ്ട്. അത് രാജസൂയ യാഗത്തിൻ്റെ സന്ദർഭത്തിലാണ്. ഈ വലിയ വില്ലാളി വീരന്മാരായ പുരുഷന്മാരും രാജാക്കന്മാരും ഒക്കെ തന്നെ ഒടുവിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു എന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്. ഭഗവാൻ അതിനുവേണ്ടി പറയുന്ന, അല്ലെങ്കിൽ നാരദ മഹർഷി പറയുന്ന ആ ഉദാഹരണങ്ങളിൽ അംഗം ബൃഹദ്രഥം ജൈവ മൃതം സൃഞ്ജയ ശുശ്രുമ എന്ന് പറയുന്നു. ബൃഹദ്രഥൻ അംഗൻ മുതലായ ആളുകളും മരിച്ചു എന്ന് കേൾക്കുന്നു, അല്ലയോ സൃഞ്ജയ. ശിബി മൗശീനരം ജൈവ മൃതം സൃഞ്ജയ ശുശ്രുമ. ഇങ്ങനെ നിരവധി ശ്ലോകത്തിൻ്റെ ആദ്യത്തെ
വരിയൊന്ന് ഇതേ രീതിയിൽ ആവർത്തിക്കുകയാണ്. ഇത് വ്യാസന്റെ രചനയുടെ ഒരു പ്രത്യേകതയാണ്. മഹാഭാരതത്തിൽ അത് നമുക്ക് ധാരാളമായിട്ട് കാണാം. ഭാഗവതത്തിൽ നമുക്ക് തൃതീയ സ്കന്ധത്തിൽ ഇങ്ങനെ ചില ഒരേ രീതിയിൽ അവസാനിക്കുന്ന വരികളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നോദതിഷ്ഠ എന്ന് പറയുന്ന നോദതിഷ്ഠത്തഥാ വിരാട് എന്ന് അവസാനിക്കുന്ന നിരവധി വരികളെ നമുക്ക് കാണാൻ സാധിക്കും. അത് വ്യാസന്റെ രചനാശൈലിയാണ്. ഇവിടെ പല പല ശ്ലോകങ്ങളുടെ ആദ്യത്തെ വരി ആവർത്തനങ്ങൾ വന്നിരിക്കുന്നു. അവിടെ ശിബി ഓശീനരം ജൈവ മൃതം സൃന്ദയ ശുശ്രുമ ഭരതം ജൈവ ദൗഷ്യന്ത്യം മൃതം സൃന്ദയ ശുശ്രുമ ഭഗീരഥം ച രാജാനം മൃതം സൃന്ദയ ശുശ്രുമ. ഈ മൃതം സൃന്ദയ ശുശ്രുമ അതായത് അല്ലയോ സൃന്ദയ, ഇവരൊക്കെ മരിച്ചു എന്ന് കേൾക്കുന്നു എന്നാണ്. ആരൊക്കെ? ശിബി, ഔഷീധരനായ ശിബി, ദൗഷ്യന്തിയായിരിക്കുന്ന ഭരതൻ, രാജാവായിരിക്കുന്ന ഭഗീരഥൻ, ദിലീപൻ എന്ന് പറയുന്ന മഹാത്മാവ്, മാന്ധാതാരം യൗവനാശ്വപുത്രനായ മാന്ധാതാവ് മഹാപരാക്രമിയായിരുന്നു, അദ്ദേഹവും മരിച്ചു എന്ന് കേൾക്കുന്നു. അംബരീഷൻ, ശശബിന്ദു, യയാതി, നഹുഷൻ, തൃണബിന്ദു, ഇങ്ങനെ എണ്ണമറ്റ രാജാക്കന്മാരുടെ പേരുകൾ അത് കുറേ എണ്ണം പറഞ്ഞുകൊണ്ട് മൃതം സൃന്ദയ ശുശ്രുമ എന്ന് പറയുന്നു. ഇവരൊക്കെ മരിച്ചുപോയി. അപ്പം മരണത്തെ ആർക്കും തടയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പുത്രശോകം വിട്ടുണരൂ എന്നാണ് സൃന്ദയനോട് നാരദൻ പറഞ്ഞത്. ഈ കാര്യം ഉപദേശിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ നിരവധി ഉപദേശങ്ങൾ യുധിഷ്ഠിരന് കൊടുത്തു. ഒടുവിൽ ഒരുവിധം പിന്നെ വ്യാസനുമൊക്കെ തന്നെ വീണ്ടും ഉപദേശങ്ങൾ കൊടുത്തു. ഒടുവിൽ യുധിഷ്ഠിര മഹാരാജാവ് രാജ്യാഭിഷേകം സ്വീകരിക്കാൻ തയ്യാറാവുകയും അദ്ദേഹത്തെ അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു. അഭിഷേകം ചെയ്തിട്ട് തൻ്റെ സഭയിലേക്ക് എഴുന്നള്ളുന്ന സമയത്ത് അദ്ദേഹത്തിന് വീണ്ടും ഒരു തടസ്സമായിട്ട് വന്നത് ചാർവാകൻ എന്നു പേരുള്ള ഒരു രാക്ഷസൻ, ദുര്യോധനന്റെ അടുത്ത മിത്രമായിട്ടുള്ള ഈ ചാർവാകൻ എന്ന പേരുള്ള രാക്ഷസൻ അദ്ദേഹത്തിന്റെ മുന്നിൽ വരികയും അദ്ദേഹത്തെ വല്ലാതെ നിന്ദിക്കുകയും ചെയ്തു. ബന്ധുക്കളെ കൊന്ന് തള്ളിയിട്ട് രക്തപ്പുഴ ഒഴുക്കിയിട്ടുണ്ടായ രാജ്യമല്ലേ അങ്ങയുടേത്, അങ്ങക്ക് ലജ്ജയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അധിക്ഷേപിച്ചപ്പോൾ വീണ്ടും യുധിഷ്ഠിര മഹാരാജാവ് വല്ലാതെ ദുഃഖിതനായി തീർന്നു. അപ്പോൾ മഹർഷിമാർ വിചാരിക്കുകയാണ്, ഞങ്ങൾ ഒരു വിധം ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഒരു കരക്ക് അടുപ്പിക്കുന്ന സമയത്താണ് വീണ്ടും ഈ ദുഷ്ടൻ വന്ന് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ നിരാശയുണ്ടാക്കിയത് എന്ന കോപത്തോടുകൂടി ഈ ബ്രാഹ്മണരൊക്കെ ചേർന്ന് അവരുടെ കോപം കൊണ്ട് ഈ ചാർവാകൻ എന്ന രാക്ഷസനെ കൊന്നുകളയുകയാണ് ചെയ്തത്. കാരണം എന്താണ്? അവൻ രാജ്യദ്രോഹിയാണ്. രാജാവിന് തെറ്റായ രീതിയിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ മനസ്സ് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ രാജ്യഭാരം ഏറ്റെടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക, മാനസികമായി തളർത്തുക എന്ന ഒരു കുറ്റമാണ് അദ്ദേഹത്തിൽ കണ്ടത്. അത് അദ്ദേഹത്തിന്റെ ബ്രഹ്മാവിൽ നിന്ന് വരം നേടിയ കഥയൊക്കെ കൃഷ്ണൻ പിന്നീട് പറഞ്ഞു. കാരണം അദ്ദേഹം ഒരു ജീവജാലത്തിൽ നിന്നും എനിക്ക് ഭയം ഉണ്ടാകാൻ പാടില്ല, മരണം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ബ്രാഹ്മണ കോപം ഒഴിച്ച് മറ്റൊന്നും അങ്ങയുടെ മരണത്തിന്റെ കാരണമാവുകയില്ല എന്ന് വരം കൊടുത്തു എന്നാണ്. അതാണ് ഇവിടെ ബ്രാഹ്മണ കോപം കൊണ്ട് അദ്ദേഹം മരിച്ചു പോയത് എന്നാണ്. ഏതായാലും അതൊക്കെ സാന്ദർഭികമായിട്ട് വന്ന കഥകളാണ്. അങ്ങനെ ഒരുവിധം ആ യുധിഷ്ഠിര മഹാരാജാവ് രാജ്യാഭിഷിക്തനായി, രാജാവായിട്ട് അഭിഷിക്തനായി ഹസ്തനാപുരി ഭരിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. അത് വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ അടുത്ത് ചെന്ന് അദ്ദേഹം തൻ്റെ നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നേടാൻ സാധിച്ചത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് പറയാൻ വേണ്ടി ഭഗവാനെ സമീപിക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ ധ്യാന നിമഗ്നനായിട്ടിരിക്കുന്നതാണ് കണ്ടത്. അദ്ദേഹത്തിന് വലിയ അത്ഭുതമുണ്ടായി. ഭഗവാന്റെ ആ രൂപം എന്ന് പറയുന്നത് ദിവ്യാഭരണ ഭൂഷിതനായിട്ട് അത്രയധികം തേജസ്സോട് കൂടിയിട്ടും സൗന്ദര്യത്തോട് കൂടിയിട്ടും ഭഗവാന്റെ ആ വസ്ത്രത്തിൻ്റെയും ആഭരണങ്ങളുടെയും ശോഭയൊക്കെ തന്നെ അവിടെ വർണ്ണിച്ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഭഗവാൻ കണ്ണടച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ വന്ന് നന്ദി പറഞ്ഞതും ഭഗവാനോട് എന്തോ പറഞ്ഞതും ഭഗവാൻ കേട്ടിട്ട് തന്നെ ഇല്ല. അപ്പോൾ അത് കേൾക്കാത്തത് കൊണ്ട് യുധിഷ്ഠിരന് കൂടുതൽ സംശയമായി. അദ്ദേഹം വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് ഭഗവാനോട് ചോദിച്ചു, എന്താണ് ഭഗവാൻ ഇത്? അങ്ങ് ആണല്ലോ ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച് സംഹരിച്ച് പാലിക്കുന്ന ആള്, അങ്ങ് എന്താവശ്യത്തിനാണ് ഇങ്ങനെ കണ്ണടച്ച് ധ്യാനിക്കുന്നത് എന്ന് യുധിഷ്ഠിരൻ ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞത്, ഞാൻ ധ്യാനിച്ചത് ആരെയാണെന്ന് പറഞ്ഞു തരാം. ആരെയാണ്? ശരതൽപഗതോ ഭീഷ്മശ്യാമിന്യവഹുദാശന മാം ധ്യാതി പുരുഷ വ്യാഘ്രസ്തോ മേ തദ്ഗതം മന. ശരതൽപഗതോ ഭീഷ്മ, ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മർ എങ്ങനെയാണ്? കെടാൻ പോകുന്ന ഒരു അഗ്നി പോലെ, ശമിക്കാൻ പോകുന്ന ഒരു അഗ്നിയെപ്പോലെ, ഹുദാശനെ പോലെ കിടന്നുകൊണ്ട് ആ പുരുഷമാകുന്ന ആ വ്യാഘ്രം, ആ പരാക്രമിയായ പുരുഷൻ മാം ധ്യാതി, എന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. തതോമേ തദ്ഗതം മന, അതുകൊണ്ട് എൻ്റെ മനസ്സ് അദ്ദേഹത്തെ തേടിപ്പോയതായിരുന്നു. ഏതൊക്കെ ഭക്തന്മാരാണോ എന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ അവരെയും ധ്യാനിക്കാറുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നതിൻ്റെ താല്പര്യം.
അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എൻ്റെ മനസ്സിനെ കൊണ്ടുപോയി. ഈ ഭഗവാന്റെ ഭക്തജന വാത്സല്യത്തെയാണ് കാണിക്കുന്നത്. തുടർന്ന് ആ ഭീഷ്മരുടെ മാഹാത്മ്യം വളരെയധികം ഭഗവാൻ പറയുന്നു. അദ്ദേഹത്തിൻ്റെ വീര്യം, ശൗര്യം എന്നിവ പറയുന്നു. അതോടൊപ്പം ഏകീകൃത്യേന്ദ്രിയഗ്രാമം മനസ്സംയമ്യ മേധയാ ശരണം മാമുപാഗച്ഛത്തതോ മേ തദ്ഗതം മനഃ. ഇന്ദ്രിയങ്ങളെയൊക്കെ തന്നെ ഏകീകരിച്ചിട്ട്, ഏകാഗ്രമാക്കിയിട്ട്, മനസ്സിനെ സംയമനം ചെയ്തിട്ട്, ബുദ്ധി കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് അദ്ദേഹം എന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ അദ്ദേഹത്തിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. സഹി ഭൂതം ഭവിഷ്യച്ച ഭവച്ച ഭരതഋഷഭ വേത്യ ധർമ്മവിദാം ശ്രേഷ്ഠം തമസ്മി മനസാഗത. അദ്ദേഹം കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായ സകലതും അറിയുന്നവനും ധർമ്മം അറിയുന്നവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനുമായിട്ടുള്ള ആ ഭീഷ്മർ, അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് എൻ്റെ മനസ്സ് അല്പം നേരം പോയത്. അദ്ദേഹം മരിക്കാൻ പോവുകയാണ്. അധികം കാലം അദ്ദേഹത്തിനില്ല. അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമി എങ്ങനെയാകും? നഷ്ടചന്ദ്രേവ ശർവരീ, ചന്ദ്രൻ നഷ്ടപ്പെട്ട രാത്രിയെപ്പോലെ ഇരുട്ടായിത്തീരും ഈ ലോകത്ത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അനുഗ്രഹങ്ങൾ കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ ആ ധ്യാനത്തെ, അദ്ദേഹത്തിൻ്റെ ആ ശരണാഗതിയെ സ്വീകരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ അല്പനിമിഷം കണ്ണടച്ചിരുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ ഉള്ളിലും പല സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. ആ സംശയങ്ങളെ തീർക്കാൻ നമുക്ക് ഭീഷ്മരുടെ അടുത്ത് പോകാം എന്ന് പറഞ്ഞ് ഭഗവാൻ ധർമ്മപുത്രയെയും കൂട്ടിക്കൊണ്ട് കുരുക്ഷേത്രത്തിൽ കിടക്കുന്ന ആ ധർമ്മപുത്രരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോൾ ഭഗവാനെ കണ്ട സമയത്ത് ഭീഷ്മർ വീണ്ടും ഗംഭീരമായ മനോഹരമായ സ്തുതി. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗവും ഭീഷ്മരുടെ സ്തുതിയാണ്. അവിടെ ഉപദേശം കഴിഞ്ഞിട്ടുള്ള സ്തുതിയെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ മഹാഭാരതത്തിൽ ഉപദേശം കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ഭഗവാനെ കണ്ടപ്പോൾ തന്നെ മനോഹരമായ സ്തുതി ചെയ്യുന്നു. ആ സ്തുതിയും നമ്മൾ പഠിക്കേണ്ടതാണ്, നിത്യം നമ്മൾ വായിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. അതിൽ ചില പ്രസക്തമായ ശ്ലോകങ്ങൾ ഞാൻ ഇവിടെ അവതരിപ്പിക്കാം. ഭീഷ്മരുടെ ഭക്തിയുടെ ആ ശ്രേഷ്ഠതയെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. അതിലൊരു ശ്ലോകം കൃഷ്ണന്റെ മാഹാത്മ്യം പറയുന്നതാണ്. എന്താണ്? ഏകോപി കൃഷ്ണസ്യ കൃതപ്രണാമോ ദശാശ്വമേധാവഭൃതേന തുല്യ ദശാശ്വമേധി പുനരേത് ജന്മ കൃഷ്ണപ്രണാമീ ന പുനർഭവായ. ഭഗവാൻ ശ്രീകൃഷ്ണനെ ഒരൊറ്റ തവണ നമസ്കാരം ചെയ്താൽ, ഒരു പ്രണാമം, ഭഗവാനെ ഒന്ന് നമസ്കരിച്ചാൽ തന്നെ 10 അശ്വമേധങ്ങൾ ചെയ്ത് അതിൻ്റെ അവഭൃത സ്നാനം ചെയ്യുന്നതിന് തുല്യമാണ്. ആലോചിച്ച് നോക്കൂ, ഭഗവത് ഭക്തിയുടെ കൃഷ്ണനാമസങ്കീർത്തനത്തിൻ്റെ അല്ലെങ്കിൽ കൃഷ്ണനെ നമസ്കരിക്കുന്നതിൻ്റെ പ്രാധാന്യം. 10 അശ്വമേധം, ഒരു അശ്വമേധം ചെയ്യാൻ തന്നെ രാജാക്കന്മാർക്ക് എത്രമാത്രം പ്രയാസമുണ്ട്. അപ്പോൾ 10 അശ്വമേധങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ അവഭൃത സ്ഥാനത്തിന് തുല്യമാണ് ശ്രീകൃഷ്ണ ഭഗവാനെ ഒരു തവണ നമസ്കരിക്കുന്നത്. എന്നിരുന്നാലും അങ്ങനെ തുല്യമാണെന്ന് പറഞ്ഞാൽ പോലും വേറൊരു വ്യത്യാസം പറയാനുണ്ട്. ദശാശ്വമേധി പുനരേത് ജന്മ, 10 അശ്വമേധങ്ങൾ ചെയ്തവരും വീണ്ടും ജനിക്കും, പുനർജന്മം ഉണ്ടാകും. കൃഷ്ണപ്രണാമി എന്ന പുനർഭവായ, കൃഷ്ണനെ നമസ്കരിക്കുന്നവന് പിന്നീട് പുനർജന്മം ഉണ്ടാവുകയില്ല, അവന് മോക്ഷമാണ് ലഭിക്കുന്നത് എന്നാണ് ഭഗവാനെ നമസ്കരിക്കുന്നതിൻ്റെ ആ മാഹാത്മ്യം ഭീഷ്മർ പറഞ്ഞിരിക്കുന്നത്. ഇനി കേൾക്കൂ. കൃഷ്ണവ്രത കൃഷ്ണമനുസ്മരന്തോ രാത്രോച കൃഷ്ണം പുനരുത്ഥിതാ യേ തേ കൃഷ്ണദേഹ പ്രവിശന്തി കൃഷ്ണം ആദ്യം യഥാ മന്ത്രഹുതം ഹുതാശേ. കൃഷ്ണവ്രതന്മാരായിട്ട് കൃഷ്ണനെ ധ്യാനിക്കുക, ഉപാസിക്കുക എന്നത് വ്രതമായിട്ടുള്ള ആളുകൾ, കൃഷ്ണനെ നിരന്തരമായി സ്മരിച്ചുകൊണ്ടിരിക്കുന്നവർ, രാത്രിയിൽ കിടക്കുമ്പോൾ ഭഗവാനെ സ്മരിക്കുന്നവരും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് വീണ്ടും ഭഗവാൻ സ്മരിക്കുന്നവരുമായ ആളുകൾ കൃഷ്ണദേഹന്മാരും, കൃഷ്ണനെ ഉള്ളിൽ ധരിക്കുന്നവരും, കൃഷ്ണനെ ദേഹത്തിൽ കൊണ്ടു നടക്കുന്നവരും, പ്രവിശന്തി കൃഷ്ണം, അവർ കൃഷ്ണനിൽ പ്രവേശിക്കുന്നവരും. എങ്ങനെയെന്ന് വെച്ചാൽ, മന്ത്രത്തോടുകൂടി ഹോമിക്കപ്പെട്ട നെയ്യ് അഗ്നിയിലേക്ക് എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുന്നത്, അതുപോലെ കൃഷ്ണങ്കിൽ ചെന്ന് ലയിച്ചു ചേരുന്നവരും ആണ് എന്നാണ് പറയുന്നത്. കൃഷ്ണനെ നിരന്തരം ഉപാസിക്കുന്നതിൻ്റെ മാഹാത്മ്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി ഭഗവാനെ നമസ്കരിക്കുന്ന 1-2 ശ്ലോകങ്ങളുണ്ട്, വളരെ ശ്രേഷ്ഠമാണ്. നമോ നരകസന്ത്രാസരക്ഷാമണ്ഡലകാരിണേ സംസാര നിമ്നഗാവർത്ത തരികാഷ്ഠായ വിഷ്ണവേ എന്നാണ് ഒരു ശ്ലോകം. നരകസന്ത്രാസ രക്ഷാമണ്ഡലകാരിണേ നമ. നരകത്തിൽ നിന്നും ഭയപ്പെടുന്ന ആളുകൾക്ക് രക്ഷാമണ്ഡലം തീർക്കുന്നവനായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. നിമ്നകാവർത്തം, നിമ്നക എന്ന് വെച്ചാൽ നദി, ആവർത്തം എന്ന് വെച്ചാൽ ചുഴിയാണ്. സംസാരമാകുന്ന പ്രാപഞ്ചിക ജീവിതമാകുന്ന നദിയുടെ
ചുഴിയിൽപ്പെട്ട് ഉഴലുന്ന ആളുകൾക്ക് തരികാഷ്ഠമായി മാറുന്ന ചങ്ങാടമായിട്ട് മാറുന്നവനായ വിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് അവിടെ പറയുന്നത്. മനോഹരമായ മറ്റെവിടെയും നമുക്ക് കിട്ടാത്ത ഒരു ശ്ലോകമാണിത്. ഇനി നമുക്ക് പ്രസിദ്ധമായൊരു ശ്ലോകം അവിടെ കാണാം. നിത്യം നമ്മൾ ഭഗവാനെ നമസ്കരിക്കാൻ വേണ്ടി ചൊല്ലേണ്ട ഒരു മന്ത്രമാണത്. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഈ ശ്ലോകവും വളരെ പ്രസിദ്ധവുമാണ്. നമ്മൾ നിത്യം ചൊല്ലി ഭഗവാനെ നമസ്കരിക്കേണ്ടതുമാണ്. മറ്റൊരു ഹരിനാമത്തിന്റെ മാഹാത്മ്യം പറയുന്ന ഒരു ശ്ലോകം അവിടെ ഭീഷ്മർ പറയുന്നു. പ്രാണകാന്താരപാഥേയം സംസാരോച്ഛേദ ഭേഷജം ദുഃഖശോകപരിത്രാണം ഹരിരിത്യക്ഷരദ്വയം എന്ന് പറയുന്നു. ഹരി എന്നുള്ള 2 അക്ഷരങ്ങൾ ചേർന്നത്, ഹരി എന്നുള്ള ആ അക്ഷരദ്വയം എങ്ങനെയുള്ളതാണ്? പ്രാണകാന്താരപാഥേയം, ജീവിതമാകുന്ന കാട്ടിൽ നമുക്ക് കിട്ടുന്ന പൊതിച്ചോറ് പോലെയാണ്. ദുഃഖം നിറഞ്ഞ ജീവിതത്തിൽ ഒരു പൊതിച്ചോറ് കിട്ടിയാൽ, വിശന്ന് കാട്ടിലൂടെ നടക്കുമ്പോൾ പൊതിച്ചോറ് കിട്ടിയാൽ ഉണ്ടാകുന്ന ഒരു വരമാണ്, അനുഗ്രഹമാണ് ഭഗവാന്റെ ഹരിനാമം. അതുപോലെ അത് സംസാരമാകുന്ന രോഗത്തിൻ്റെ മരുന്നുമാണ്. ദുഃഖശോക പരിത്രാണം, ദുഃഖശോകങ്ങളിൽ നിന്നും നമ്മളെ പരിരക്ഷിക്കുന്നതായ ഒരു വസ്തുവാണ് ഹരി എന്നുള്ളതായ അക്ഷരദ്വയം, 2 അക്ഷരങ്ങൾ എന്നും പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ് ഭീഷ്മർ ഭഗവാനെ മഹാഭാരതത്തിലെ ശാന്തിപർവ്വത്തിന്റെ പ്രാരംഭത്തിൽ സ്തുതിച്ചിരിക്കുന്നത്. ആ സ്തുതിയെ കേട്ടു ഭഗവാൻ ഭീഷ്മരെ അനുഗ്രഹിച്ചുകൊണ്ട് എന്താ ചെയ്തത് നോക്കൂ. അഭിഗമ്യതു യോഗേന ഭക്തിം ഭീഷ്മസ്യ മാധവ ത്രൈലോക്യ ദർശനം ജ്ഞാനം ദിവ്യം ദത്വായയോ ഹരി. ഭഗവാൻ തൻ്റെ യോഗശക്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഭക്തിയെ അറിഞ്ഞിട്ട് ആ മാധവനായിരിക്കുന്ന ഭഗവാൻ 3 ലോകങ്ങളെക്കുറിച്ചും അറിയാൻ സാധിക്കുന്നതായ ജ്ഞാനത്തെ, ദിവ്യമായ ജ്ഞാനത്തെ നൽകിയിട്ട് അവിടെ നിന്ന് പോയി എന്നാണ്. ഭഗവാന്റെ ഈ അനുഗ്രഹം, ദിവ്യമായ ജ്ഞാനം അദ്ദേഹം അനുഗ്രഹിച്ചു കൊടുത്തപ്പോൾ ഭീഷ്മർ കുറച്ചു നേരം മിണ്ടാതെയായി, നിശ്ചലമായി തീർന്നു. അപ്പം അദ്ദേഹം പ്രാണൻ പിടിഞ്ഞുവോ എന്ന സംശയം പോലും ഉണ്ടാകുന്ന രീതിയിൽ ആ ജ്ഞാനം കിട്ടിയപ്പോഴുണ്ടായ സമാധ്യാവസ്ഥയായിരിക്കണം അത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ തേരിൽ കയറി പോയി, കൂടെ പാണ്ഡവന്മാരും പോയി. മിണ്ടാതിരിക്കുന്ന, നിശ്ചലമായിരിക്കുന്ന ഭീഷ്മരെ കണ്ടിട്ട് ബ്രാഹ്മണരൊക്കെ തന്നെ ഭഗവാനെയും അതുപോലെ ഭീഷ്മരെയും അവർ സ്തുതിക്കാൻ തുടങ്ങിയാണ്. മഹാജ്ഞാനിയായ ഭീഷ്മരെ അവരൊക്കെ സ്തുതിച്ചു. പിറ്റേന്ന് രാവിലെ വീണ്ടും പ്രാതകാര്യകൃത്യങ്ങളൊക്കെ ചെയ്ത ശേഷം ഭഗവാനും പാണ്ഡവരും വീണ്ടും അദ്ദേഹത്തിന് അടുത്തെത്തിയിട്ട് ഭീഷ്മരോട് ഭഗവാൻ പറഞ്ഞു, അങ്ങ് ധർമ്മപുത്രർക്ക് ഉപദേശങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഭീഷ്മർ വീണ്ടും ഭഗവാനെ സ്തുതിക്കുകയാണ്. മനോഹരമായ സ്തുതിയാണ് അവിടെയുള്ളത്. അങ്ങനെ സ്തുതിച്ച ഭീഷ്മരുടെ മുന്നിൽ ഭഗവാൻ തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. മറ്റാരും കണ്ടില്ല. ഭീഷ്മർ ആ ഭഗവാന്റെ വിശ്വരൂപത്തെ ദർശിച്ചുകൊണ്ടാണ് സ്തുതിച്ചത് എന്നവിടെ ഭീഷ്മർ പറയുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അത് ഞാൻ അങ്ങേക്ക് കാണിച്ചു തന്നത് അങ്ങയിൽ ശക്തി സന്നിവേശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങക്ക് ഇനി 56 ദിവസം ജീവിതത്തിൽ ബാക്കിയുണ്ട്. അത്രയും കാലം അങ്ങ് ഇദ്ദേഹത്തിന് ഉപദേശം കൊടുത്തുകൊണ്ട് കഴിഞ്ഞോളൂ. അങ്ങ് തന്നെ ഉപദേശം കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ ഭീഷ്മർ പറഞ്ഞു, ഭഗവാനെ, ഞാൻ എന്തിനാണ് അങ്ങ് അദ്ദേഹത്തെ ഉപദേശിക്കുന്നത്? അങ്ങയല്ലേ ഉപദേശം നൽകാൻ ഏറ്റവും സാമർഥ്യമുള്ള ആള്. അങ്ങ് എല്ലാ ആഗമങ്ങളുടെയും ആഗമമാണ്, ശാസ്ത്രങ്ങളുടെ ശാസ്ത്രമായിട്ടുള്ള തത്വമാണ് അങ്ങ്. അങ്ങ് എൻ്റെയും ഗുരുവാണ്. അപ്പോൾ ഗുരു ഇരിക്കുമ്പോൾ ഗുരുവിൻ്റെ മുന്നിൽ വെച്ച് ശിഷ്യൻ ഉപദേശം കൊടുക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അതിൽ യാതൊരു തെറ്റുമില്ല, ഞാൻ തന്നെയാണ് പറയുന്നത്. അങ്ങക്ക് ഈ ശരശയ്യയിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ശരങ്ങളുടെ വേദന ഉണ്ടാവില്ല, ഞാൻ അങ്ങയെ അനുഗ്രഹിക്കുന്നു. അത് മാത്രമല്ല, ന ഗ്ലാനിർന്നതേ മൂർച്ഛ ന ദാഹോ ന ച തേ രുജ പ്രഭവിഷ്യന്തി ഗാംഗേയ ക്ഷുത് പിപാസേ ന ചാപ്യുത എന്ന് പറയുന്നു. അങ്ങക്ക് ക്ഷീണമോ ബോധക്കേടോ അല്ലെങ്കിൽ ചൂട് തോന്നുകയോ രോഗങ്ങൾ വരികയോ അതുപോലെ ദാഹം, വിശപ്പ് മുതലായ കാര്യങ്ങൾ ഒന്നും തന്നെ അങ്ങയെ ബാധിക്കുകയില്ല എന്ന് കൂടി ഞാൻ വരം തരുന്നു. എന്ന് മാത്രമല്ല, സാത്വികമായ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയ്ക്ക് തരുന്നു. സമഗ്ര ജ്ഞാനവും അങ്ങയിൽ പ്രകാശിക്കും. അങ്ങനെ ആ ജ്ഞാനം നേടാൻ വേണ്ടിയിട്ടും അത് നല്ല വാക്കുകളിലൂടെ, തെറ്റാത്ത വാക്കുകളിലൂടെ യുധിഷ്ഠിര മഹാരാജാവിന് ഉപദേശിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ദിവ്യ ചക്ഷുസ്, ദിവ്യമായ കണ്ണ് ഞാൻ അങ്ങേക്ക് തരുന്നു എന്ന് പറഞ്ഞ് തൻ്റെ തന്നെ ഉപദേശം ചെയ്യാനുള്ള ശക്തിയും ജ്ഞാനവും ഭഗവാൻ ഭീഷ്മരിലേക്ക്
സന്നിവേശിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിലേക്ക് പ്രവേശിപ്പിച്ച് കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കുകയാണ്. തൻ്റെ പരമഭക്തനായിരിക്കുന്ന ഭീഷ്മർക്ക് ഈ ഉപദേശം കൊടുത്തതിൻ്റെ ഒരു നേട്ടം, അത് ഒരു യശസ്, കീർത്തി അദ്ദേഹത്തിന് നൽകണം. ഈ ശാന്തിപർവം എന്ന് പറയുന്ന മഹാഭാരതത്തിലെ മുഴുവൻ ഭാഗവും ഭീഷ്മരുടെ പേരിൽ അറിയപ്പെടണം എന്നുള്ള ഭഗവാന്റെ നിശ്ചയമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഭഗവാന്റെ ദയയാണ്, കാരുണ്യമാണ് കാണുന്നത്. അത് ആ കാരുണ്യത്തെ അറിഞ്ഞിട്ട് ചുറ്റുപാടും നിൽക്കുന്ന ബ്രാഹ്മണര് ഭഗവാനെ ഋഗ്വേദം കൊണ്ടും യജുർവേദം കൊണ്ടും സാമവേദം കൊണ്ടും സ്തുതിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം മുതലായിട്ടുള്ള എല്ലാ വേദങ്ങളിലും ഭഗവാനെയാണ് സ്തുതിക്കുന്നത് എന്നും ഇവിടെ ഭംഗ്യന്തരേണ മഹാഭാരതം പറയുകയാണ്. ദേവന്മാര് പുഷ്പവൃഷ്ടി ചെയ്തു, ദുന്ദുഭിനാദം മുഴക്കി. അങ്ങനെ ലോകം മുഴുവൻ അതിനെ അംഗീകരിച്ചു. ഭഗവാന്റെ ഈ കാരുണ്യത്തെയും ഭീഷ്മരുടെ മഹാഭാഗ്യത്തെയും കുറിച്ചാണ് ഇവിടെ മഹാഭാരതം നമുക്ക് സൂചന നൽകുന്നത്. അങ്ങനെ ആ ഭീഷ്മരുടെ അടുത്ത് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്കൊന്ന് ഞാൻ ലളിതമായിട്ട് പറയാം. ആ ഒന്നാം ശ്ലോകത്തിൻ്റെ അർത്ഥം പ്രജാദ്രോഹാത് ഭീത, ഇങ്ങനെ പ്രജാദ്രോഹത്താൽ ഭയപ്പെട്ടവനായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവ് എവിടെ യത്ര ദേവവ്രത അപതത്, യാതൊരിടത്താണോ ദേവവ്രതൻ ഭീഷ്മര്, ദേവവ്രതൻ എന്ന് വെച്ചാൽ കൃഷ്ണവ്രതം, കൃഷ്ണഭക്തി എന്ന വ്രതത്തെ സ്വീകരിച്ചവൻ എന്ന് അതിന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ആ ദേവവ്രതൻ അപതത് വീണ് കിടക്കുന്നത്, സർവധർമ്മ വിവിത്സയ, സർവധർമ്മങ്ങളെയും അറിയാനുള്ള ആഗ്രഹത്തോടു കൂടി, തതഹ അവിടെ നിന്ന്, അതായത് ഹസ്തനപുരിയിൽ നിന്ന്, വിനശനം പ്രാഗാത്, വിനശനത്തിലേക്ക് പോയി. വിനശനം എന്ന് വെച്ചാൽ കുരുക്ഷേത്രം എന്നാണ് അതിൻ്റെ പ്രസിദ്ധമായ അർത്ഥം. വിശേഷേണ നശ്യന്തി പാപാൻ എത്ര ഇതി വിനശനം എന്ന് വംശീധര സ്വാമികളൊക്കെ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വിശേഷമായിട്ട് പാപങ്ങൾ നശിക്കുന്നത് ഏതൊരിടത്താണോ അങ്ങനെയുള്ള പുണ്യക്ഷേത്രമാണ് വിനശനം. അത് കുരുക്ഷേത്രത്തിൻ്റെ മറ്റൊരു പേര് കൂടിയാണ് വിനശനം. അവിടെയാണ് രാജാക്കന്മാർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അത് സമന്തപഞ്ചകത്തിൻ്റെ തീരത്താണ്. പരശുരാമസ്വാമിയാൽ ഈ രാജാക്കന്മാർ മുഴുവൻ കൊല്ലപ്പെട്ടതും അതിൻ്റെ ആ യുദ്ധത്തിൻ്റെ അവസാനവും അവിടെ വെച്ചായതുകൊണ്ട് ആ സ്ഥലത്തിന് വിനശനം എന്ന പേരുണ്ട്. കുരുക്ഷേത്ര യുദ്ധം, മഹാഭാരതത്തിൽ പറയുന്ന യുദ്ധവും അവിടെയാണ് നടന്നത് എന്നുള്ളത് കൊണ്ടൊക്കെ അവിടെ ക്ഷത്രിയ വിനാശം നടന്ന സ്ഥലമായതുകൊണ്ടാണ് വിനശനം എന്ന പേര് വന്നത് ഇന്ന് ഒരു അതിൻ്റെ നിരുക്തം പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഭാഗവതപരമായിട്ടുള്ള ഒരു അർത്ഥമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കുരുക്ഷേത്രം പുണ്യം നൽകുന്ന ഒരു ദേശമാണ്, പാപങ്ങളെ നശിപ്പിക്കുന്നതുമാണ് എന്ന് പറയുന്നു. അങ്ങനെയുള്ള ആ വിനശനത്തിലേക്ക് പ്രാഗാത് അവിടെ അങ്ങോട്ട് ചെന്നു എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ഒന്നാം അധ്യായത്തിലെ രണ്ടാം ശ്ലോകം എന്താണ് പറയുന്നത്? തദാ തേ ഭ്രാതരഃ സർവേ സദശ്വൈ സ്വർണഭൂഷിതൈ അന്വഗച്ഛൻ രഥൈർവിപ്രാ വ്യാസധൗമ്യാദയസ്തഥാ. തദാ തേ ഭ്രാതരഃ സർവേ സദശ്വൈ സ്വർണഭൂഷിതൈ അന്വഗച്ഛൻ രഥൈർവിപ്രാ വ്യാസധൗമ്യാദയസ്തഥാ. തദാ തേ ഭ്രാതരഃ സർവേ സദശ്വൈഃ സ്വർണഭൂഷിതൈഃ അന്വഗച്ഛൻ രഥൈഃ വിപ്രാഃ വ്യാസധൗമ്യാദയഃ തഥാ. ഇങ്ങനെയാണ് പദച്ഛേദം ചെയ്യേണ്ടത്. അതിനന്വയം തദാ സർവേ തേ ഭ്രാതരഃ സ്വർണഭൂഷിതൈഃ സദശ്വൈഃ രഥൈഃ അന്വഗച്ഛൻ. അന്വയം പറയുന്നത്, അന്വയം പറയാനുള്ള കാരണം എന്താണ്? ഒരു ശ്ലോകത്തിലെ പദങ്ങൾ പല ഇടങ്ങളിലായിരിക്കും അത് ചിതറിക്കിടക്കുന്നുണ്ടാവുക. ആ പദങ്ങളെ വ്യാകരണപ്രകാരം അതിൻ്റെ ക്രമത്തിൽ ആക്കി വെച്ചാൽ മാത്രമേ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അന്വയം, ഓരോ ശ്ലോകത്തിൻ്റെ ഈ അന്വയം നോക്കിയിട്ട് മാത്രമേ നമുക്ക് അർത്ഥം നിർണ്ണയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ആദ്യം അന്വയം പറയുന്നത്. ഞാൻ അന്വയം ഇവിടെ പറഞ്ഞു. ഇനി അതിൻ്റെ അർത്ഥം എന്താണ്? തഥാ എന്ന് വെച്ചാൽ അപ്പോൾ, സർവേ തേ ഭ്രാതരഃ, സർവേ എന്ന് വെച്ചാൽ എല്ലാവരും, തേ ഭ്രാതർ ആ സഹോദരന്മാർ എല്ലാവരും, ആ സഹോദരന്മാരെല്ലാവരും എന്ന് വെച്ചാൽ പാണ്ഡവന്മാരെല്ലാവരും, സ്വർണഭൂഷിതൈഃ സദശ്വൈഃ രഥൈഃ സ്വർണഭൂഷിതങ്ങളായ, സ്വർണം കൊണ്ട് അലങ്കരിക്കപ്പെട്ടതായ, സദശ്വൈഃ നല്ല കുതിരകളോട് കൂടിയിട്ടുള്ളതുമായ, രഥൈഃ രഥങ്ങളാൽ അല്ലെങ്കിൽ രഥങ്ങളെ കൊണ്ട്, അന്വഗച്ഛൻ ചെന്നു, വഴിക്ക് വഴിയായിട്ട് അവർ അങ്ങോട്ട് യാത്ര ചെയ്തു.
എന്നിട്ട് പറയുന്നു വിപ്രാഹ, ഹേ വിപ്രാഹ, അല്ലയോ വിപ്രന്മാരെ, അല്ലയോ ശൗനകാദി മഹർഷിമാരെ, വ്യാസധൗമ്യാദയ തഥാ, വ്യാസൻ ധൗമ്യൻ മുതലായ മഹർഷിമാരും തഥാ അതുപോലെ തന്നെ എന്ന് വെച്ചാൽ അവരും അനുഗച്ഛൻ, അവരും അങ്ങോട്ട് അനുഗമിച്ചു. അപ്പോൾ ശ്രീകൃഷ്ണനും യുധിഷ്ഠിരനും കുരുക്ഷേത്രത്തിലേക്ക് പോയ സമയത്ത് അവരുടെ സഹോദരന്മാരായിട്ടുള്ള മറ്റ് പാണ്ഡവന്മാരും സ്വർണം കൊണ്ട് അലങ്കരിക്കപ്പെട്ടതും നല്ല അശ്വങ്ങളെ പൂട്ടിയതുമായ രഥങ്ങളിൽ അവരെ അനുഗമിച്ചു. അല്ലയോ ബ്രാഹ്മണരെ, വ്യാസൻ ധൗമ്യൻ മുതലായിട്ടുള്ള ബ്രാഹ്മണരും അതുപോലെ അവരെ അനുഗമിച്ചു. ഇതാണ് 2-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. അതിൽ നമുക്ക് പ്രത്യേകിച്ച് വിചാരം ചെയ്യാനുള്ള ഒരു എന്തെങ്കിലും ഗൂഢമായ അർത്ഥങ്ങളൊന്നുമില്ല. വളരെ സാധാരണ അർത്ഥം മാത്രമേ ആ ശ്ലോകത്തിനുള്ളൂ. 3-ാമത്തെ ശ്ലോകം നോക്കുക. ഭഗവാനപി വിപ്രർഷേ രഥേന സധനഞ്ജയ സതൈർവ്യരോചത നൃപ കുബേര ഇവ ഗുഹ്യകൈ. ഭഗവാനപി വിപ്രർഷേ രഥേന സധനഞ്ജയ സതൈർവ്യരോചത നൃപ കുബേര ഇവ ഗുഹ്യകൈ. ഭഗവാൻ അപി വിപ്രർഷേ രഥേന സധനഞ്ജയ സഹ തൈഃ വ്യരോചത നൃപഃ കുബേരഃ ഇവ ഗുഹ്യകൈഃ. ഭഗവാനപി വിപ്രർഷേ രഥേന സധനഞ്ജയ സതൈർവ്യരോചത നൃപഃ കുബേര ഇവ ഗുഹ്യകൈഃ. അന്വയം എന്താണ്? ഹേ വിപ്രർഷേ, ഭഗവാൻ അപി സധനഞ്ജയ രഥേന തൈഃ സഹ നൃപഃ ഗുഹ്യകൈഃ കുബേരഃ ഇവ വ്യരോചത. ഹേ വിപ്രർഷേ. ആരെയാണ് വിപ്രർഷേ എന്ന് വിളിച്ചത്? ശൗനക മഹർഷിയെയാണ് സൂതൻ വിളിക്കുന്നത്. ഭഗവാനപി, ഭഗവാനും, സധനഞ്ജയ, ധനഞ്ജയനോടൊപ്പം, അർജുനനോടൊപ്പം, രഥേന, രഥത്തിൽ അവിടെ എത്തിച്ചേർന്നു. തൈഃ സ നൃപഃ, തൈഃ എന്ന് പറഞ്ഞ തൈഃ സഹ, അവരോടൊപ്പം, സഹ നൃപഃ, ആ രാജാവ്, അതായത് ആ യുധിഷ്ഠിര മഹാരാജാവ്, ഗുഹ്യകൈഃ കുബേരഃ ഇവ, ഗുഹ്യകന്മാരാൽ കുബേരൻ എന്ന പോലെ, വ്യരോചത പ്രകാശിച്ചു. ഗുഹ്യകന്മാരാൽ കുബേരൻ എന്ന പോലെ എന്ന് വെച്ചാൽ കുബേരൻ എന്ന് പറയുന്ന വൈശ്രവണൻ, ധനത്തിന്റെ അധിപനായ വൈശ്രവണന്റെ ചുറ്റുപാട് അദ്ദേഹത്തിന്റെ ഭടന്മാരായിരിക്കുന്ന ഗുഹ്യകന്മാർ എന്ന പേരുള്ളതായ അദ്ദേഹത്തിന്റെ കാവൽക്കാര് ചുറ്റുപാട് നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ യുധിഷ്ഠിര മഹാരാജാവ് അർജുനൻ മുതലായിട്ടുള്ള തൻ്റെ സഹോദരന്മാരാൽ ചുറ്റപ്പെട്ട് വൈശ്രവണനെ പോലെ അദ്ദേഹത്തിൻ്റെ ഐശ്വര്യവും അദ്ദേഹത്തിൻ്റെ ആ പ്രതാപവും കാണിക്കുന്നതാണ് ഈ ഒരു ഉപമ. അങ്ങനെ അദ്ദേഹം അവിടെ ശോഭിച്ചു, പ്രകാശിച്ചു, വ്യരോചത എന്നാണ് പറയുന്നത്. അതിനും പ്രത്യേകമായ എന്തെങ്കിലും അർത്ഥം നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാനൊന്നും ഇല്ല. വളരെ വാച്യാർത്ഥം മാത്രമേ നമുക്കതിനെ അതിൽ ചിന്തിക്കാനുള്ളൂ. അടുത്ത ശ്ലോകം, 4-ാമത്തെ ശ്ലോകം നോക്കൂ. ദൃഷ്ട്വാ നിപതിതം ഭൂമൗ ദിവശ്ച്യുതമിവാമരം പ്രണേമുഃ പാണ്ഡവാ ഭീഷ്മം സാനുഗാഃ സഹചക്രിണാ. ദൃഷ്ട്വാ നിപതിതം ഭൂമൗ ദിവശ്ച്യുതമിവാമരം പ്രണേമുഃ പാണ്ഡവാ ഭീഷ്മം സാനുഗാഃ സഹചക്രിണാ. ദൃഷ്ട്വാ നിപതിതം ഭൂമൗ ദിവഃ ച്യുതം ഇവ അമരം പ്രണേമുഃ പാണ്ഡവാഃ ഭീഷ്മം സാനുഗാഃ സഹ ചക്രിണാ. ദൃഷ്ട്വാ നിപതിതം ഭൂമൗ ദിവശ്ച്യുതമിവാമരം പ്രണേമുഃ പാണ്ഡവാ ഭീഷ്മം സാനുഗാഃ സഹ ചക്രിണാ. പദച്ഛേദം ചെയ്തു, പദം പിരിച്ചു. ഇനി അതിൻ്റെ അന്വയം നോക്കൂ. ദിവഃ ച്യുതം അമരം ഇവ ഭൂമൗ നിപതിതം ഭീഷ്മം ദൃഷ്ട്വാ സാനുഗാഃ ചക്രിണാ സഹ പാണ്ഡവാഃ പ്രണേമുഃ. ദിവഃ ച്യുതം അമരം ഇവ. ദിവഃ എന്ന് വെച്ചാൽ ആകാശത്തു നിന്നും അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നും എന്ന് പറയാം. ച്യുതം താഴെ വീണ, അമരം ഇവ ദേവനെ പോലെ, ഭൂമോ നിപതിതം ഭീഷ്മം ഭൂമിയിൽ പതിച്ചു കിടക്കുന്ന, ഭൂമിയിൽ വീണ് കിടക്കുന്ന ഭീഷ്മരെ ദൃഷ്ട്വാ കണ്ടിട്ട്,
ഇപ്പോൾ ആകാശത്തു നിന്നും ദേവന്മാർ, ഒരു ദേവദൂതൻ അല്ലെങ്കിൽ ദേവ ചൈതന്യത്തോടു കൂടിയിരിക്കുന്ന ഒരു വ്യക്തി ആകാശത്തു നിന്നും താഴെ ഭൂമിയിലേക്ക് വീണ് കിടക്കുന്നത് പോലെ കിടക്കുന്ന ഭീഷ്മരെ കണ്ടിട്ട് സാനുഗാഹ തൻ്റെ അനുയായികളോടൊപ്പം ചക്രിണാ സഹ, ചക്രി എന്ന് വെച്ചാൽ ചക്രം ധരിച്ചവൻ ശ്രീകൃഷ്ണൻ, ശ്രീകൃഷ്ണനോടൊപ്പം പാണ്ഡവാഹ പാണ്ഡവന്മാർ പ്രണേമോ പ്രണമിച്ചു. അപ്പോൾ വളരെ തേജസ്സോടുകൂടി മരിക്കാൻ കിടക്കുകയാണെങ്കിൽ പോലും ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വീണ ഒരു ദേവനെ പോലെ ശോഭിക്കുന്ന, അവിടെ വീണ് കിടക്കുന്നവനായ ഭീഷ്മരെ കണ്ടിട്ട് തങ്ങളുടെ അനുയായികളോടൊപ്പം ശ്രീകൃഷ്ണനോടുമൊപ്പം, ചക്രായുധനായ ശ്രീകൃഷ്ണനോടും ഒപ്പം പാണ്ഡവന്മാർ അദ്ദേഹത്തെ നമസ്കരിച്ചു എന്നാണ്. വളരെ വ്യക്തമായിരിക്കുന്ന ഒരു ശ്ലോകമാണ്. വാച്യാർത്ഥം മാത്രമേ അത് നമുക്ക് നിരൂപണം ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇനി അഞ്ചാമത്തെ ശ്ലോകം നോക്കാം. തത്ര ബ്രഹ്മർഷയഃ സർവേ ദേവർഷയശ്ച സത്തമ രാജർഷയശ്ച തത്രാസൻ ദ്രഷ്ടും ഭരതപുംഗവം. തത്ര ബ്രഹ്മർഷയഃ സർവേ ദേവർഷയശ്ച സത്തമ രാജർഷയശ്ച തത്രാസൻ ദ്രഷ്ടും ഭരതപുംഗവം. തത്ര ബ്രഹ്മർഷയഃ സർവേ ദേവർഷയഃ ച സത്തമ രാജർഷയഃ ച തത്ര ആസൻ ദ്രഷ്ടും ഭരതപുംഗവം. ഇതാണ്, ഇങ്ങനെയാണ് സന്ധി പിരിക്കേണ്ടത്. തത്ര ബ്രഹ്മർഷയഃ സർവേ ദേവർഷയശ്ച സത്തമ രാജർഷയശ്ച തത്രാസൻ ദ്രഷ്ടും ഭരതപുംഗവം. ഇനി ആ ശ്ലോകത്തിന്റെ അന്വയം നോക്കാം. ഹേ സത്തമ, തത്ര ബ്രഹ്മർഷയഃ സർവേ ദേവർഷയഃ ച രാജർഷയഃ ച ഭരതപുംഗവം ദ്രഷ്ടും ആസൻ. ഇതും വളരെ ലളിതമായിരിക്കുന്നത് ഒരു ശ്ലോകമാണ്. എന്നിരുന്നാലും ഇതിൻ്റെ അർത്ഥം ഇതാണ്: ഹേ സത്തമ, അല്ലയോ ശ്രേഷ്ഠനായിട്ടുള്ള, അല്ലയോ ബ്രാഹ്മണ എന്ന് വെച്ചാൽ ശൗനക മഹർഷിയാണ് വിളിക്കുന്നത്. അവിടെ ബ്രഹ്മർഷിമാരും എല്ലാ ദേവർഷിമാരും രാജർഷിമാരും ഭരതപുംഗവനായ ഭീഷ്മരെ കാണാൻ ആസൻ വന്നു ചേർന്നു എന്നാണ്. ഇവിടെ ബ്രഹ്മർഷിമാര്, രാജർഷിമാര്, ദേവർഷിമാർ എന്നിങ്ങനെ 3 തരം ഋഷിമാരെ പറഞ്ഞിരിക്കുന്നു. എന്താണ് ഈ 3 ഋഷിമാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. പുരാണങ്ങളിലും മറ്റു പല ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാം ബ്രഹ്മർഷിമാര്, രാജർഷിമാര്, ദേവർഷിമാര് എന്നൊക്കെ കാണാം. അതെന്താണ് ഈ 3 ഋഷിമാരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. അതിന് ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്: കർമ്മജ്ഞാനോഭയപരാഹ വിപ്രാഹ ബ്രഹ്മർഷയസ്മൃതാഹ കർമ്മഗൗണാ ജ്ഞാനപരാഹ വിപ്രാഹ ദേവർഷയസ്മൃതാഹ തപശ്ചര്യാം പുരസ്കൃത്യ യഥാശാസ്ത്രം പ്രജാവനം യേ ക്ഷത്രിയാഃ പ്രകുർവന്തി തേ തു രാജർഷയസ്മൃതാഃ. എന്ന് വെച്ചാൽ കർമ്മജ്ഞാനോഭയപ്രധാനാഃ ബ്രാഹ്മണാഃ ബ്രഹ്മർഷയ. കർമ്മത്തിനും ജ്ഞാനത്തിനും രണ്ടിനും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന ബ്രാഹ്മണരെയാണ് ബ്രഹ്മർഷിമാർ എന്ന് പറയുന്നത്. കർമ്മഗൗണ ജ്ഞാനപ്രധാനാസ്തു ദേവർഷയ. കർമ്മത്തിന് പ്രാധാന്യം കുറച്ചിട്ട് ജ്ഞാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നിരന്തര ഉപാസന ചെയ്യുന്ന ബ്രാഹ്മണരാണ് ദേവർഷിമാര്. ഇനി രാജർഷിമാരാരാണ്? തപശ്ചര്യാം പുരസ്കൃത്യ, തപശ്ചര്യാ പുരസ്സരം യഥാശാസ്ത്രം പ്രജാവിതാരഹ രാജർഷയ. തപശ്ചര്യയെ പുരസ്കരിച്ചുകൊണ്ട് ശാസ്ത്രമനുസരിച്ച് പ്രജകളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരായ രാജാക്കന്മാരെ ക്ഷത്രിയന്മാരെ രാജർഷിമാരെന്ന് പറയുന്നു. അപ്പോൾ രാജർഷിമാരെന്ന് പറയുന്നത് ക്ഷത്രിയന്മാരെയാണ് പറയുന്നത്. അവർ തപസ് ചെയ്യുകയും തപസ്സിൻ്റെ പ്രഭാവം കൊണ്ടും തപസ്സിനെ മുൻനിർത്തിക്കൊണ്ട് അവർ ശാസ്ത്രമനുസരിച്ച്, രാജനീതി അനുസരിച്ച്, വൈദികമായ ശാസ്ത്രങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് അവർ പ്രജകളെ രക്ഷിക്കുകയും ചെയ്യുന്നു. 2 കാര്യങ്ങളും ചെയ്യുന്നവരാണ് രാജഋഷിമാരെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഋഷിമാരൊക്കെ തന്നെ അവിടെ സന്നിഹിതരായി എന്തിനു വേണ്ടിയിട്ട്? ഭരതപുംഗവം ദ്രഷ്ടും, ഭരതപുംഗവനെ കാണാൻ വേണ്ടിയിട്ട്. ഭരതൻ എന്ന് വെച്ചാൽ വംശികളായിരിക്കുന്ന ക്ഷത്രിയന്മാരിൽ പുംഗവൻ എന്ന് വെച്ചാൽ പുരുഷനായിരിക്കുന്ന ഗവൻ, കാള, വൃഷഭൻ എന്നൊക്കെ പറയുന്നത് പോലെ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന വ്യക്തി എന്നുള്ള ഒരു അർത്ഥമുണ്ട്. പുംഗവ ശബ്ദത്തിന് പ്രസിദ്ധമായ അർത്ഥമുണ്ട്. ഇവിടെ
വംശീധര സ്വാമികളും മറ്റും ഭീഷ്മരുടെ മാഹാത്മ്യം പറയാൻ വേണ്ടിയിട്ട് ആ വാക്കിനെ ആ ശബ്ദത്തിന് മറ്റൊരു അർത്ഥം പറഞ്ഞിരിക്കുന്നു. അത് പുങ്കവഹ പുംസി പരമേശ്വരെ ദൃഷ്ടി യസ്യ സ പുങ്കവഹ എന്ന് ബഹുവ്രീഹിയായിട്ട് പറഞ്ഞിരിക്കുന്നു. അതായത് പുംസി പരമേശ്വരെ, പുമാനാകുന്ന പുരുഷനാകുന്ന പരമേശ്വരനാകുന്ന സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനിൽ ആരുടെ ദൃഷ്ടി, ഭഗവാനിലാണ് എപ്പോഴും ദൃഷ്ടി, മനസ്സാകുന്ന ദൃഷ്ടി, മനസ്സിൻ്റെ കണ്ണ്, അകക്കണ്ണ് ഭഗവാനിലേക്ക് തന്നെ സമർപ്പിച്ചിരിക്കുന്നവനായ ആളായതുകൊണ്ടാണ് അദ്ദേഹത്തെ പുങ്കവൻ എന്ന് പറഞ്ഞത്. ഭരതപുങ്കവം എന്നുള്ള പ്രയോഗത്തിൻ്റെ അർത്ഥം, അതിൻ്റെ ഗൂഢാർത്ഥം അങ്ങനെയാണ് എന്നാണ് വംശീധരി ടീകായിൽ പറയുന്നത്. അതുകൂടി നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഇങ്ങനെ ഇവരെല്ലാം ചേർന്ന് ആ ഭീഷ്മപിതാമഹൻ്റെ അടുത്ത് എത്തിച്ചേർന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ശ്രീകൃഷ്ണായ നമഃ.